وعن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت ഉമ്മുൽ മുഅ്മിനീൻ ലെ നബി തങ്ങളുടെ പത്നിമാരെ നമ്മുടെ ഉമ്മമാരാണ്. മുഅ്മിനീങ്ങളുടെ മാതാക്കൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഉമ്മമാരാണ് അവർ. അവർക്ക് നമുക്ക് അവരോടുള്ള ബന്ധം ഉമ്മ ബന്ധമായ ബന്ധമാണ്. ഉമ്മാരാകുമ്പോഴോ അതിന് അവരെ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് നമ്മളാകുന്ന കമ്മ്യൂണിറ്റിയോടല്ല, സ്വഹാബത്താവുന്ന കമ്മ്യൂണിറ്റിയോട്. നബിതങ്ങളുടെ ശേഷം അവര് ആ സ്വഹാബത്തിന് ഉമ്മമാരായിട്ടാണ് ഉള്ളത്. അപ്പൊ അത്രയ്ക്കും പവിത്രമാണ് നബിതങ്ങളുടെ ഭാര്യമാരോടുള്ള ബന്ധം. വേറെ ആരുടെയും മരണശേഷം അവരുടെ ഭാര്യമാരെ മറ്റുള്ള ആളുകൾക്ക് ഷർത്ത് നിബന്ധനകൾ ഒത്തുകൊണ്ട് വിവാഹം കഴിക്കാമെങ്കിലും തിരുനബിയുടെ പത്നിമാർ നമുക്ക് ഉമ്മമാരാണ്. അപ്പൊ അതില് ഉമ്മുൽ മുഅ്മിനീന ഉമ്മി അബ്ദില്ലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാലത്തെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത മഹദിയാണ്. വളരെ ബുദ്ധിമതിയാണ്. ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ടെടുത്ത ഒന്നും രണ്ടും വരിയുള്ള അതല്ലെങ്കിൽ 6ഉം 7ഉം വരിയുള്ള വലിയ ഹദീസുകളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അക്ഷരങ്ങൾ മാറാതെ കൃത്യമായി ഓർത്തെടുത്തുകൊണ്ട് തൻ്റെ സ്കില്ലും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് അത് സമൂഹത്തിന് പറഞ്ഞു കൊടുത്ത വലിയ മഹത്വമുള്ള പണ്ഡിതയായിരുന്നു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച ഏക പത്നിയാണ്, ചെറുപ്പക്കാരിയാണ്. ആ ഹബീബായ തങ്ങള് ആ വിവാഹം കഴിച്ചപ്പോൾ വയസ്സ് വ്യത്യാസമുണ്ടായിട്ടും വിവാഹത്തിന് മുതിർന്ന് അല്ലാഹു തആല ആ ഒരു ബന്ധം കൂട്ടിയിണക്കിയത് കൊണ്ട് എന്താണ് ഇവിടെ ലഭിച്ചത്? ലോകത്തിന് ധാരാളം അറിവുകൾ ലഭിച്ചു. ഹബീബായ തങ്ങളുടെ ഹബീബായ തങ്ങളുടെ ദൗത്യപൂർത്തീകരണത്തിന് മഹദി അവർകൾ പോലെയുള്ള ആളുകളുടെ അസിസ്റ്റൻസ് കൂടെ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ വിയോഗശേഷം അവിടുത്തെ കുറിച്ച് പകർന്നു തരാൻ. കാരണം സ്വഹാബത്താകുമ്പോൾ, ആണുങ്ങളാകുമ്പോൾ അവർക്ക് ഒരു പരിധിയുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പകർന്നെടുക്കാൻ. കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുളിച്ചത് എന്ന് പറയാൻ ആയിഷ ബീവി വേണം. കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് അർദ്ധരാത്രി ഉണർന്നിട്ട് എന്ത് നിബിധങ്ങൾ ചെയ്തു, ഇബാദത്തുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ ഭർത്താവിനോടുകൂടെ സ്വകാര്യതയിൽ കഴിയുന്ന ഒരു ഭാര്യക്കല്ലേ കഴിയുകയുള്ളൂ. അത് പള്ളിയിലെ ഉസ്താദിനെ പകർന്നെടുക്കാൻ കമ്മിറ്റിക്കാർക്കും പള്ളിയിലെ ആളുകൾക്കുമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ സമയമുള്ളത് വീട്ടുകാരിക്കല്ലേ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചെയ്തത്. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകമായ കഴിവും ബുദ്ധിയും പക്വതയും പാകതയുമുള്ള നിപുണയുമായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തി വെച്ച ധാരാളം ഹദീസുകൾ നമുക്ക് ഉപകാരപ്പെട്ടു. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യകയെ വിവാഹം കഴിച്ചതും വിവാഹ വ്യത്യാസം വന്നതൊക്കെ ദീനിനു വേണ്ടിയിട്ടാണുള്ളത്. നബി തങ്ങളുടെ വിവാഹങ്ങളെ കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ നമുക്ക് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഗ്സു യുദ്ധം ചെയ്യും, ജഅ്ഷുൻ സൈന്യം, അൽ കഅബത കഅബയോട് യുദ്ധം ചെയ്യും. അപ്പൊ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞു. കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം വരും. ഇത് അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സംഭവമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പായിരുന്നല്ലോ ആ സംഭവം ഉണ്ടായിരുന്നത്. ഇത് ഇനി വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണ്. ഒന്ന് പറയാണ് യഗ്സു ജയ്ഷുൻ അൽ കഅബത, കഅബയോട് ഒരു സംഘം യുദ്ധം ചെയ്യും. അങ്ങനെ ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവരെത്തിക്കഴിഞ്ഞാൽ, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എല്ലാവരെയും ഭൂമി വിഴുങ്ങും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു സംഭവം വരാണ്ട്. ഭൂമി വിഴുങ്ങുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നത് പോലെ ഒരു ബർഗർ എടുത്തുകൊണ്ട് ഒരു സ്നാപ്ഷോട്ടിന് വേണ്ടിക്കൊണ്ട് കപ്പിൾസ് വിഴുങ്ങുന്നത് പോലെയുള്ള
ഒരു വിഴുങ്ങലാണോ? ഒരുപക്ഷെ അതുപോലെയുമാവാം, അല്ലെങ്കിൽ അതിലും സിമ്പിളായിട്ട് വിഴുങ്ങുന്നതുമാകാം. അള്ളാഹുവിന് അതത്ര ഭാരമുള്ള പണിയുള്ള മല്ലുള്ള പണിയൊന്നുമല്ല ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു സാധനത്തെ വിഴുങ്ങുക എന്നുള്ളത്. ഇനി നമ്മൾ ഒന്നും കൂടെ ഇക്കാലഘട്ടത്തെ അനുഭവങ്ങളിലേക്കും നമ്മുടെ ബുദ്ധിക്കൊന്നുകൂടെ പ്രായോഗികമായ രീതിയിലാണ് എങ്കിൽ, ഒരു ഭൂകമ്പമുണ്ടായി വിള്ളൽ രൂപപ്പെട്ടുകൊണ്ട് അതിന്റെ അടിയിലേക്ക് ആളുകൾ വീണു പോകുക എന്നുള്ളത് നമുക്ക് സങ്കല്പമല്ലാത്ത ഒന്നല്ല. നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന, നാം പലപ്പോഴും കണ്ടിട്ടുള്ള പലതുമാണ്. നമുക്കറിയാലോ, ഭൂകമ്പം രൂപപ്പെടുന്ന സമയത്ത് ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടുകൊണ്ട് അഗാധ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗർത്തം മായുന്നു. എന്നതുപോലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെത്തിക്കഴിഞ്ഞ് കഅബ പൊളിക്കാൻ വരുന്ന സൈന്യത്തെ പൂർണ്ണമായും അവർ ഭൂകമ്പത്തിൽ അകപ്പെടും. ഭൂമി അവരെ വിഴുങ്ങും. ഭൂമിയിലേക്ക് അവർ താന്നു പോകും. അതാണ് ഭൂമിയിലേക്ക് അവർ താന്നു പോകും എന്നുള്ളതാണ് ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പൊ ഈ താന്നു പോകുന്നതിന്റെ ഒരു രൂപത്തെ ഞാനൊന്ന് ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ. അപ്പോ കാലത്ത് മഹദി പറയാണ്, ഉൽത്തു യാ റസൂലല്ലാ. മഹദി അവர்களுടെ പ്രത്യേകത, തങ്ങൾ പറയുന്ന സമയത്ത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ചിലപ്പോ സ്വഹാബത്തും ചോദിക്കും. അവരുടെ ചോദ്യത്തിൽ നിന്നും വളരെ കാമ്പുള്ള ചോദ്യങ്ങൾ തന്നെ സ്വഹാബത്തിന്റെയും ചോദിക്കും. എന്നതുപോലെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും കൃത്യമായി ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. നബിയെ, ഈ കഅബ പൊളിക്കാൻ വേണ്ടി ഒരു സംഘം വരുന്ന സമയത്ത്, അവരൊരു ഒഴിഞ്ഞ പ്രദേശത്ത് എത്തുന്ന സമയത്ത്, വിജനമായ പ്രദേശം എന്നല്ല പറഞ്ഞത്, ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് എത്തുന്ന സമയത്ത്, കുറച്ചൊക്കെ ഒരു വിശാലമായ പ്രദേശത്ത് എത്തുന്ന സമയത്ത് ഭൂമി അവരെ വിഴുങ്ങുമെന്ന് പറഞ്ഞ സമയത്ത്, നബിയെ, ഇവർ എത്തിയ ഇടത്ത് അവിടെ കച്ചവടക്കാരായ ആളുകൾ ഉണ്ടാവില്ലേ? അവർ സഞ്ചരിക്കുന്ന പ്രദേശത്തെ ഗ്രാമീണരായ ആളുകൾ അവിടെ ഉണ്ടാവില്ലേ? അവിടെ കച്ചവട ആവശ്യാർത്ഥം വന്ന ആളുകൾ ഉണ്ടാവില്ലേ? കഅബ പൊളിക്കാൻ എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ വന്ന ആളുകളും അവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയാണ് നബിയെ കഅബ പൊളിക്കാൻ വന്ന ആളുകളെ ഭൂമി വിഴുങ്ങുന്ന കൂട്ടത്തിൽ മറ്റെല്ലാവരെയും വിഴുങ്ങുക? അപ്പൊ ഭൂമി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്തിട്ട് വിഴുങ്ങാൻ എന്താവൂല, അവിടെ പറ്റൂല. നമുക്കറിയാം, യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ലക്ഷ്യം വെക്കുന്ന സൈനിക ഒളിത്താവളങ്ങളെയും ബങ്കറുകളെയൊക്കെ തകർക്കാൻ വേണ്ടി മറുരാജ്യം ഉപയോഗിക്കുന്ന മിസൈലുകളും പീരങ്കികളുമെല്ലാം ലക്ഷ്യസ്ഥാനത്ത് പതിക്കലോടുകൂടെ തന്നെ നിരപരാധികളായ ആളുകളുടെ ജീവനം കവർന്നു കൊണ്ടുപോകുന്ന അതിദാരുണമായ കാഴ്ച നാം കണ്ടതാണ്. അപ്പൊ നബിയെ, അതുപോലെ കഅബ പൊളിക്ക എന്നുള്ള ദുരുദ്ദേശത്തോടെ കടന്നു വരുന്ന ക്രൂരന്മാരായ ആളുകൾക്ക് നേരെ വരുന്ന ശിക്ഷയിൽ നിരപരാധികളും നിഷ്കളങ്കരുമായ ആളുകളും കൂടെ വന്നു ചേരില്ലേ നബിയെ? ഇതെന്തൊരു ന്യായമാണ് എന്ന് അറിവ് അന്വേഷകയായ മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ വ്യക്തമായ സന്ദേശം അവിടുന്ന് മറുപടിയായി കൊടുക്കുന്നു. ഖാൽ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം. തങ്ങൾ പറയാം, അതാണ് നമ്മുടെ പാഠത്തിന്റെ ഈ മെസ്സേജ്. ഈ പാഠം നമുക്ക് നൽകുന്ന ആ ഒരു മെസ്സേജ് ഉണ്ട്. വിതച്ചതേ കൊയ്യൂ, അതാണ് അതിൻ്റെത്. വിതച്ചതേ കൊയ്യൂ എന്നുള്ള ആ മലയാള ഭാഷ്യം അതാണ് ഇവിടെ വരുന്നത്. തങ്ങൾ പറയാണ്, യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, എല്ലാവരെയും വിഴുങ്ങും. അവൽ എന്ന് പറഞ്ഞാൽ ആദ്യം, ആഖിർ എന്ന് പറഞ്ഞാൽ അന്ത്യം. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും മീൻസ് അറബിയിലുള്ള പ്രയോഗമാണ്. എല്ലാവരെയും ഭൂമി വിഴുങ്ങും. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, പിന്നെ നാളെ മഹ്ശറയിലേക്ക് അവരെ പുനരുജ്ജീവിപ്പിച്ച് അവർ നടന്നു പോകുന്നത് എന്തു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ആ ഭൂമിയിലെ ഒഴിഞ്ഞ പ്രദേശത്ത് അവരുണ്ടായിരുന്നത്, ഈവൻ ബിഫോർ, മരണത്തിന് മുമ്പ്. അപ്പോ മരണത്തിന് മുമ്പ് എന്തൊരു ലക്ഷ്യത്തോടെയാണോ അവരവിടെ അമൽ ചെയ്തിരുന്നത് അതനുസരിച്ചാണ്. അപ്പൊ കഅബ പൊളിക്കാൻ വേണ്ടി, കഅബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളുടെ ആ സോൾജേഴ്സ് ആണോ, ആ ലക്ഷ്യത്തോടെയാണോ മരിച്ചതെങ്കിൽ
അവർ നരകത്തിലേക്കാണ് പോകുന്നത്. അതെല്ലാം കുടുംബം പുലർത്താൻ വേണ്ടി കച്ചവടാവശ്യാർത്ഥം വന്നവരാണോ ഇവിടെ മരണപ്പെട്ടു പോയത്? എന്നാൽ ആ രീതിയിലാണ്. അതല്ല ഏതെങ്കിലും ആത്മീയമായ യാത്ര, സിയാറത്ത് യാത്ര, മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് ഇന്ന ലക്ഷ്യത്തോടു കൂടെ വന്നപ്പോഴാണ് എന്ന ലക്ഷ്യത്തോടെയാണ് വന്നത് എങ്കിൽ, അപ്പോഴാണ് മരണം കവർന്നത് എങ്കിൽ അവർ ഏതൊരു ലക്ഷ്യത്തിലാണ് ഉള്ളത് അതനുസരിച്ച് അള്ളാഹു താല അവര് നിയ്യത്ത് കൊടുക്കും. അപ്പോ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് അത് ആമായിട്ടാണ് ഇറങ്ങുക. ആമായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഇറങ്ങും. ഇപ്പോൾ ഒരു പ്രദേശത്ത് തെറ്റുകാരായ ആളുകൾ ഉണ്ടെങ്കിൽ, അവിടെ സുനാമി വന്നിട്ടുണ്ടെങ്കിൽ, പ്രളയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു താല ഏതെങ്കിലും ഒരാളുകളെ അവർക്ക് മരണം വിതക്കാൻ അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ചെയ്യുമ്പോൾ ആ ശിക്ഷ പൊതുവായിട്ടാണ് ഇറങ്ങുക. ആ ശിക്ഷ പൊതുവായിട്ട് ഇറങ്ങും. പിന്നെ നിയ്യത്ത് അനുസരിച്ച് ഓരോരുത്തർക്ക് അള്ളാഹു താല പ്രമോഷൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി പുനരുജ്ജീവിപ്പിക്കുന്ന സമയത്ത് അവിടെ ശരീരഭാഗങ്ങൾ പലയിടത്തേക്കാവാം. ഇനിയും കെട്ടാത്ത ഭൂമിയുടെ അടിയിലേക്ക് ആ മണ്ണു ചേർന്നു പോയ ശരീരത്തിന്റെ ഉടമകളാണെങ്കിലും അവരുടെ ആത്മാവ് അള്ളാഹുവിന്റെ പക്കലുണ്ട്. അതല്ല വയനാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തിക്കൊണ്ട് ചാലിയാർ പുഴയുടെ ആരുമില്ലാത്ത തീരങ്ങളിൽ എവിടെയെങ്കിലും മണ്ണടിഞ്ഞുകൊണ്ട് വീണ്ടും ഓർമ്മകളായി അത് മാറുന്ന ശരീരമാണെങ്കിലും അള്ളാഹുവിന്റെ കയ്യിൽ അവർ ഭദ്രമാണ്. അവരെങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് ലാസ്റ്റ് എന്നുള്ളതാണ് നമുക്കിപ്പോ കിട്ടേണ്ടത്. ഇനി അപ്പുറത്തൊന്നും കൂടെ ഇങ്ങോട്ട് വന്ന് ചിന്തിച്ചാൽ ധാരാളം റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. റിസോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ വയനാട്ടുകാർക്കൊക്കെ അത് ഒരു സംതിങ് ബെറ്റർ അല്ലാത്ത, അതൊരു നല്ലൊരു ബിസിനസ് അല്ലാത്ത ഒരു നെഗറ്റീവ് രീതിയിലാണ് പൊതുവെ ആ രീതിയിലേക്ക് റിസോർട്ടിനെ കാണുന്നത്. ടൂറിസ്റ്റുകളായ ആളുകൾ വരുമ്പോൾ, ഫാമിലി ആയ ആളുകൾ വരുമ്പോൾ അവർക്ക് തങ്ങാനുള്ള ഒരു സൗകര്യം എന്നതാണല്ലോ റിസോർട്ട് എന്നുള്ളതിന്റെ. അതല്ലെങ്കിൽ വിദേശത്തുള്ള ഇംഗ്ലീഷുകാരും അറബികളായ ആളുകളൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ദുബായിലൊക്കെ ചൂട് കൂടാൻ പോവാണ്. അപ്പൊ സുഖവാസ കേന്ദ്രങ്ങളായിട്ട് ഫാമിലി ആയിട്ട് അവർ പോയിട്ട് തങ്ങുന്ന വയനാടിന്റെ മനോഹാരിതയെ പകർന്നെടുക്കാൻ പോകുന്നവർക്ക് തുണയാണ് റിസോർട്ട് എന്നതും റിസോർട്ടിന്റെ ഒരു ഉത്തരമാണ്. ഇതല്ലാത്ത ഉത്തരങ്ങളും റിസോർട്ടിലെ ചോദ്യങ്ങളിലേക്ക് ഉണ്ട്. ആ റിസോർട്ടിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇതുപോലെയുള്ള ധാരാളം റിസോർട്ടുകൾ കൂടുപോലെ മുളച്ചു പൊന്തിക്കൊണ്ട് അധാർമികതയുടെ തീരങ്ങളായി മാറുമ്പോൾ, അവസരം ഇല്ലാത്ത ആളുകൾക്ക് അവസരം സൃഷ്ടിക്കാൻ റിസോർട്ടുകൾ വരുമ്പോൾ അള്ളാഹു അവിടെ ഉണർത്തലുകൾ കൊടുക്കും. അവസരമില്ലാത്ത ആളുകൾ, ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന ആളുകൾ, കമിതാക്കളായ ആളുകൾ, കപ്പിൾസുകളായ ആളുകൾക്കുള്ള ഉത്തരമായി റിസോർട്ടുകൾ മാറുമ്പോൾ അള്ളാഹു അവിടെ പുതിയ ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പക്ഷേ ആ മരണപ്പെട്ടു പോയ റിസോർട്ടുകൾക്കിടയിൽ മുങ്ങിപ്പൊലിഞ്ഞ ജീവിതത്തിന്റെ ഇടയിൽ ഹറാമിയത്തിന് വേണ്ടി വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ എന്തു മറുപടിയായിരിക്കും അവർക്കുണ്ടാവുക? തോപ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, അവർക്ക് പണ്ട് കുടുംബങ്ങളെ കണ്ടു പൊരുത്തപ്പെടിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഹറാം ചെയ്തതിന്റെ ശേഷമാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ ഉത്തരം വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോ നോക്കുന്ന സമയത്ത് അത് ഒരു ചിന്തയാണ്. നാം മനസ്സിലാക്കേണ്ടത് മരണം എപ്പോഴും എന്നെയും നിങ്ങളെയും സമീപിക്കാം. രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മരണം. ഹലോ, ഓക്കെ, ഇല്ല. അപ്പോ ഇങ്ങനെ ഏതൊരു നാട്ടിലും ഏതൊരിടത്തും ഏതൊരു പ്രദേശത്തും അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന സമയത്ത് അവിടെ പലതും ഉണ്ടാകും. നല്ലതല്ലാത്തതും പള്ളിയല്ലാത്തതും ഒക്കെ പലതും അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഏതൊരു സമയത്ത് ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ലാസ്റ്റ് ബ്രത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ആർക്കും അള്ളാഹു താല ഉറപ്പ് കൊടുത്തിട്ടില്ല നിങ്ങൾ അടുത്തൊരു മണിക്കൂർ ജീവിക്കുമെന്ന്, അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷം നിങ്ങൾ ജീവിക്കുമെന്ന് ആർക്കും അള്ളാഹു താല ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല. പക്ഷേ ഭർത്തവൻ പറഞ്ഞത് ഏത് ഭൂമിയിൽ കടന്ന് മരിക്കുമെന്ന് ഒരു ശരീരത്തിനും അറിയില്ല. നാളെ എന്താണ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു ശരീരത്തിനും അറിയില്ല എന്ന് അള്ളാഹു ജല്ല ജലാല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നീയത്തുകളാണ്
എപ്പോഴും നമുക്ക് തുണയാവുന്നത് എന്നാണ് ഈ പാഠത്തിന്റെ മറ്റൊരു മെസ്സേജും. കഅബ പൊളിക്കാൻ വന്ന ആളുകളുടെ മരണത്തിനു ശേഷം അവരുടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ ആയിഷ ബീവി കൊടുത്ത ആയിഷ ബീവി ചോദിച്ച ചോദ്യത്തിന് നിബിധങ്ങൾ കൊടുത്ത മറുപടിയുമാണ് നമുക്ക്. ഇതാണ് നമ്മൾ ആത്മീയമായിട്ട് വരാനുള്ള വലിയൊരു മാർഗം. ഇതാണ് റിയാദ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ റിയാദ ആത്മീയമായിട്ട് നമ്മൾ ഉണർത്തുന്നു. എപ്പോഴും മരണം നമുക്കുണ്ടാവാം, നമ്മുടെ നിയത്തുകൾ നന്നാക്കണം എന്ന നിയത്ത് വന്നാൽ നമുക്കൊക്കെ വിജയിക്കാൻ പറ്റി. അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ച രണ്ടാമത്തെ ഹദീസാണല്ലോ. രണ്ടാമത്തെ ഹദീസിൽ വേറൊരു ഹദീസും കൂടെ ഉണ്ട്. ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബ, അല്ലാഹു തആല ഒരു ജനതക്ക് അദാബിനെ ഇറക്കാൻ ഉദ്ദേശിച്ചാൽ അസ്വാബൽ അദാബ മൻ കാന ഫീഹിം, അക്കൂട്ടത്തിൽ എല്ലാ ആളുകൾക്കും മുസീബത്തെത്തും. സുമ്മ ബുഇസു അലാ നിയാതിഹിം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം പിന്നെ വറഹ്മത്തുള്ളാഹി. ഞാൻ കുറച്ച് വൈകിയെന്ന് കയറി. അപ്പൊ പേജ് നമ്പർ ഒന്ന് പറയാ. നമ്മൾ പേജ് നമ്പർ ഉള്ളത് ഇപ്പൊ രണ്ടാമത്തെ ഹദീസാണുള്ളത്. നിങ്ങൾ ആ PDF റിയാദ് സലീന്റെ അല്ലേ? ഗ്രൂപ്പിലിട്ട തുറന്നു PDF തുറന്നു തുറന്നു നിങ്ങള് കിട്ടിയോ? തുറന്നു. ആ കിട്ടി. രണ്ടാമത്തെ ഹദീസ് കിട്ടിയില്ലേ? കിട്ടി ഓക്കെ. കിട്ടി. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അപ്പൊ അതിൽ പറഞ്ഞത് പിന്നെ കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളെ അള്ളാഹു ജല്ല ജലാലുഹു ഭൂമിയെ കൊണ്ട് വിഴുങ്ങിപ്പിക്കും. വിഴുപ്പിക്കുന്ന സമയത്ത് കച്ചവടക്കാരും ജോലി ആവശ്യാർത്ഥം പോകുന്ന ആളുകളും യാത്രക്കാരും നിഷ്കളങ്കരായ ആളുകളൊക്കെ അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ അകപ്പെട്ടു പോകും. ആ ശിക്ഷയിൽ അകപ്പെട്ടു പോകുന്ന സമയത്ത് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് കൊടുത്ത ശിക്ഷയിൽ അവരും പങ്കല്ലേ? അപ്പൊ എങ്ങനെയാണ് അവരും ആ കുറ്റത്തിൽ അർഹരാകുമോ എന്ന് ആയിഷ ബീവി ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ശിക്ഷ എല്ലാവർക്കും വരും, പക്ഷെ അവര് പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ നിയത്ത് അടിസ്ഥാനത്തിലാണ് എന്ന്. അത് ആമായിരിക്കും. അത് നമ്മളൊക്കെ പിന്നെ പിറ്റേന്ന് കടന്നുറങ്ങുന്ന സമയത്ത് സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അതല്ല, ഇനി തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങുന്നത്. എന്തിനാണ് ഉറങ്ങുന്നത്? ഈ ശരീരത്തിനെ നമ്മൾ നിശ്ചലമാക്കി കടത്തിക്കൊണ്ട് നമ്മൾ ഒരു ഉപകാരവുമില്ല. നമ്മുടെ ബുദ്ധിയോ കഴിവോ സമ്പാദിക്കണില്ല, സമ്പാദ്യം ചെലവഴിക്കണില്ല, അറിവ് പഠിക്കണില്ല, അറിവ് പഠിപ്പിക്കണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ വിശ്രമത്തിലേക്ക് പോകുന്ന ഇനാക്റ്റീവ് ആ സ്റ്റേജിലേക്ക് നമ്മൾ എന്തിനു പോകുന്നു? വി ആർ ടേക്കിംഗ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ടു ബി ആക്റ്റീവ് ഇൻ ദ നെക്സ്റ്റ് മോഡ്. അടുത്ത മോഡിൽ നമ്മൾ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. അതെന്തിനാ ആക്റ്റീവ് ആവുന്നത്? സ്പോർട്സിന് വേണ്ടിയിട്ടാ, ജിമ്മിന് വേണ്ടിയിട്ടാ, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ, മറ്റെന്തെങ്കിലും ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അല്ല. ടു ടേക്ക് ഇബാദ, ടു പെർഫോം ഇബാദ, അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ ടു ഏൺ എനർജി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്നതോ അത് നമ്മൾ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങുന്നത്. എന്തിനാ? നമ്മൾ ഇബാദത്ത് എടുക്കാൻ വേണ്ടി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് ഇൻസ് സമൂഹത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല അവർ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ നമ്മുടെ ഹോൾ സ്ട്രക്ചർ, നമ്മളുടെ ലൈഫിന്റെ എല്ലാ ഭാഗവും, നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പരാജയപ്പെടുന്നവനാവില്ല. ഏതു സമയത്തും എവിടെ വെച്ചുകൊണ്ടും എങ്ങനെയും മരണം അവനെ കവർന്നാലും ഹീസ് റെഡി ടു സേ ഗുഡ് ബൈ. ഗുഡ് ബൈ പറയാൻ അവൻ എന്താണ്? റെഡിയാണ്. ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെ ജീവിതങ്ങൾ ഉണ്ടായിരുന്ന. ഔലിയാക്കളായ ആളുകൾ ഇത്തരത്തിലാണ് ജീവിച്ച് അവര് വിജയം കാണിച്ചു പോയത്. അവരുടെ എല്ലാ ശ്വാസനിശ്വാസങ്ങളുമെല്ലാം ഇബാദത്തായിരുന്നു. അത് നമുക്കും അങ്ങനെ എല്ലാവർക്കും ചെയ്യാം. അതൊന്നും ഇത്ര ഭാരമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിരാവിലെ എണീറ്റുകൊണ്ട് പ്രയാസപ്പെട്ട് ജോലിക്ക് പോകുന്ന ആൾ, അദ്ദേഹം നിയ്യത്ത് നന്നാക്കി ജോലിക്ക് പോവുക, കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോകുന്നു. വിദേശത്തേക്ക് നാടും കടന്ന് വീടും കടന്ന് കരകാണാ കടലിന്റെ അപ്പുറമുള്ള യാത്ര പോകുന്ന ആളുകൾക്ക് ഇല്ലായ്മയുടെ പോകുന്നു. സമാധാനമോ ഇല്ല. സമാധാനം കുറവായിരിക്കും. അള്ളാഹുൽ അർപ്പിച്ച സമാധാനം ഉണ്ടാവും. നമ്മൾ എത്ര നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നു അത്ര നമ്മുടെ സുരക്ഷ കുറയുകയാണ്, അല്ലേ?
നമ്മൾ എത്ര നമ്മുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകന്നോ അത്രയും നമ്മുടെ സുരക്ഷ കുറഞ്ഞ്, ആ കിലോമീറ്ററുകൾ അകലും തോറും നമ്മുടെ സുരക്ഷ, നമ്മുടെ സമാധാനം, നമുക്കുള്ള ഒതുക്കങ്ങളൊക്കെ ഒതുങ്ങി. പിന്നെ നമ്മൾ ചെല്ലുന്ന ഇടത്ത് കിട്ടണം. നമ്മളവിടെ വിദേശികളാണ്, ഒരിടത്ത് എത്തുന്ന മുമ്പ് നമ്മൾ യാത്രക്കാരാണ്. നമുക്ക് നിസ്കാരത്തിൽ വരെ ഇളവുകളുണ്ട്, ജക്കാത്തിന് വരെ അപ്പൊ നമ്മൾ അർഹരാണ്, യാത്രക്കാരാകുന്ന സമയത്ത്. പിന്നെ ഒരു സ്ഥലത്ത് നമ്മളവിടെ വിദേശികളാണ്, നമ്മ അറിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്ന ആളുകൾ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസ്, അതിന്റെ റൂമത്തെ കുറച്ച് ആളുകൾ, ഏറി വന്ന ഒരു 20 ആൾ എന്ത് ചെയ്യും, നമ്മെ അറിയും. അത് നമ്മളറിയാത്ത കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ മരണം പറ്റുന്നതോ നമുക്ക് അപകടം പറ്റുന്നത് വെച്ചാൽ ആരും നമ്മളറിയില്ല. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് അകലും തോറും നമ്മുടെ സുരക്ഷ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മളെ നീയത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട്, കുടുംബങ്ങൾ പുലർത്താൻ വേണ്ടിയിട്ട്, സഹധർമ്മിണിക്ക് അവളെ വളർത്താൻ വേണ്ടിയിട്ട്, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, ഉമ്മയ്ക്കും ഉപ്പക്കുമുള്ള തിരിച്ച് അവർ നൽകിയതിനെ തിരിച്ചു കൊടുക്കാനുള്ള നീയത്താണെങ്കിൽ അപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മൾ മരണം കവർന്നാലും നമുക്ക് പറയാൻ, പഠിച്ചവനെ, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്രക്കിടയിലാണ് എന്നെ മരണം കവർന്നെടുത്തതെന്ന് നമ്മൾ അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ള അവകാശം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നിയത്തുകൾ നന്നായിരിക്കണം. ഓക്കെ. വൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ മറ്റൊരു ഹദീസ് കൂടെ. ഖാലത്ത്, മഹദി അവറുകൾ പറയുന്നു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ്യ വഇദസ്തുംഫിർതും ഫൻഫിറൂ. എന്താണ് അവിടെ പറഞ്ഞത്? ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, മക്കം വിജയത്തിന് ശേഷം ഇനി ഹിജറ ഇല്ല. മക്ക വിജയം കഴിഞ്ഞു, ഇനി ഹിജറ ഇല്ല. വലാകിൻ ജിഹാദും വനിയ്യത്തുൻ, പക്ഷേ ജിഹാദും നീയത്തും അവിടെ ഉണ്ടാവും. അപ്പൊ മക്ക എന്തായി? ഫത്ഹായി, ഇസ്ലാമിൻ റിപ്പബ്ലിക്കിന്റെ കീഴിൽ വന്നു, ഇസ്ലാമിന്റെ അധീനതയിൽ മക്ക വന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇവരൊക്കെ തുരത്താൻ വേണ്ടി വന്ന് ഓലൊക്കെ അവിടുന്ന് ഇല്ലായ്മ ചെയ്തു. അതിക്രൂരന്മാരായ ശത്രുക്കൾ ഓരോന്നായി ഇല്ലാതെയായി പോയി. യുദ്ധങ്ങളിൽ ചില ആളുകൾ മരിച്ചു, പലരും പാരലൈസായി, പലരും പരിശുദ്ധമായ മതത്തിന്റെ വളർച്ചയിൽ അവര് കണ്ട് അന്താളിപ്പ് തുടങ്ങി. ഇനി ഈ പ്രസ്ഥാനത്തോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ഇതിനെ കണ്ട് മാറി നിന്ന് കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കാക്കി മക്കയെ പ്രഖ്യാപിച്ചു. ഇനി അവിടെ ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. എന്തിനായിരുന്നു ഹിജ്റ പോയത്? ജീവിക്കാനുള്ള സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട്, ആഗ്രഹിച്ച് സ്വീകരിച്ച മതത്തിന്റെ വക്താക്കളായി കഴിയാനുള്ള, ജീവിതത്തിന്റെ അടിസ്ഥാന സ്വതന്ത്രം പോലും നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ സമരമായിരുന്നു ഹിജ്റ എന്നുള്ളത്. അതായിരുന്നു ബദറും ഇസ്ലാമിൽ രൂപപ്പെട്ട സമരങ്ങൾ, യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ സമരങ്ങൾ. ബദർ പോലത്തെ സമരങ്ങൾ, സമര യുദ്ധങ്ങൾ. ഇനി അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. വലാകിൻ ജിഹാദും വനിയ്യത്തുൻ, പക്ഷേ ജിഹാദും നീയത്തുമുണ്ട്. ജിഹാദ് പറഞ്ഞാൽ ഇന്ന് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ കാണിക്കുന്നത് പോലെയുള്ള ജിഹാദല്ല, ആത്മീയമായ ജിഹാദാവാം. ഇസ്ലാമിൻ്റെ ഭരണം ഒരിടത്ത് വന്നുകൊണ്ട് അവിടെ അനിവാര്യമായ ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ ആ ജിഹാദ് അക്സെപ്റ്റബിൾ ആണ്. മക്കം ഫത്തഹിന്റെ ശേഷം ഇനി ജിഹാദുകൾ സ്വീകരിക്കില്ല എന്നുള്ളതല്ല, നിയമം ഒത്തു കഴിഞ്ഞാൽ ജിഹാദും പറ്റും. പക്ഷെ നീയത്തും വേണം. നീയത്തും കൂടെ ഇപ്പോൾ നീയത്തുണ്ട്. അപ്പോൾ ഹിജ്റ പോകാനുള്ള ആവശ്യം വന്നാൽ ഹിജ്റ പോകേണ്ടി വരും. ജിഹാദ് ചെയ്യണമെങ്കിൽ ജിഹാദ് ചെയ്യേണ്ടി വരും. ദീനിന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ എന്ത് ചെയ്യും? അതിനു വേണ്ടി നിലകൊള്ളേണ്ടി വരും. അപ്പോൾ ആ നീയത്തും ഇപ്പോൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് വഇദസ്തുംഫിർതും, നിങ്ങളോട് ഒരു നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ, നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടി വന്നാൽ ഫൻഫിറു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ ഹിജ്റ പോയിക്കോളൂ. നിങ്ങൾ മുസ്ലിങ്ങളായതിന് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? തുരത്തുകയാണ്. ധൈര്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്തോളി, അവിടുന്ന് പോയിക്കോളൂ, നിങ്ങൾക്ക് ഹിജ്റയുടെ പ്രതിഫലം കിട്ടും. ആ പോകുന്ന വഴിയിലാണ് നിങ്ങൾ മരണപ്പെട്ടതെങ്കിൽ ഹിജ്റ പോകുന്ന ആളുകളുടെ പ്രതിഫലം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.
وعن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنه قال كنا مع النبي صلى الله عليه وسلم في غزاة. ഞങ്ങൾ നിബിതങ്ങളോടുകൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. അപ്പോൾ യുദ്ധത്തിന്റെ പേരേതാന്ന് അവിടെ പറയണില്ല. അപ്പോൾ ഞങ്ങൾ നിബിതങ്ങളോടുകൂടെ എന്തായിരുന്നു, യുദ്ധത്തിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ, മദീനയിൽ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ മദീനയിൽ നിന്ന് മറ്റിടത്തേക്ക് ഹിജ്റ പോയതാണ്. അപ്പോൾ ഹിജ്റ ഹിജ്റ അല്ല, ഒരു യുദ്ധത്തിന് പോയതാണ്. ഗസാത്താണ്. നബിതങ്ങൾ അറ്റൻഡ് ചെയ്ത യുദ്ധത്തിനാണ് ഗസുവത്ത് അറിയുക. നബിതങ്ങൾ അറ്റൻഡ് ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളുടെ നേതൃത്വത്തിൽ അവിടെ സംഘത്തെ അയച്ചു കഴിഞ്ഞാൽ അതിനെ ശരീഅത്ത് എന്ന് പറയും. അപ്പോൾ ഗസുവത്ത് നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധം, ശരീഅത്ത് നബിതങ്ങൾ ആളയച്ച യുദ്ധം. അപ്പോൾ ഈ ഗസുവത്തിൽ ആയിരുന്നു. അപ്പോൾ നബിതങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നബിതങ്ങൾ പറയാണ്, ഇന്നബിൽ മദീന റിജാലൻ, മദീനയിൽ ഇപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല, യുദ്ധത്തിന് വന്നിട്ടില്ല. മാസിർത്തും മസീറ, നിങ്ങൾ ഒരു യാത്രയും നിങ്ങൾ ചെയ്യുന്നില്ല. വലാ ഖതഅതും വാദിയ, നിങ്ങൾ ഒരു മലഞ്ചെരിവും ഓവർടേക്ക് ചെയ്തു പോകുന്നില്ല. ഇല്ല കാനു മഅക്കും, അവർ നിങ്ങളോട് കൂടെയായിട്ടല്ലാതെ ഹബസഹുൽ മറലു, അവരെ രോഗം തടഞ്ഞു വെച്ചതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യുദ്ധത്തിന് വന്ന് സ്വഹാബത്തിനോട് പറയാണ്, മദീനയിൽ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ. എന്തേ അവരെന്ത് വരാത്ത? അവർക്ക് രോഗം കാരണമായിട്ടാണ് അവർ യുദ്ധത്തിന് വരാത്തത്. നിങ്ങളോട് കൂടെ അവർ യുദ്ധത്തിന് വരാത്തത് അവർക്ക് എന്താണ്? രോഗം കാരണമായത് കൊണ്ടാണ് അവർ നിങ്ങളോട് കൂടെ യുദ്ധത്തിന് വരാത്തത്. പക്ഷേ നിങ്ങൾ എവിടെ നടന്ന് മലഞ്ചെരിവുകളും ഊടുവഴികളും ദുർഘടമായ പാതകളും താണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കലിമത്താകുന്ന ലാ ഇലാഹ ഇല്ലല്ലക്ക് തണലേകാൻ, അതിന് തണിയാകാൻ, അതിന് തുണയാകാൻ നിങ്ങൾ നടത്തുന്ന ഈ സമരമുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് എത്രത്തോളം കൂലി അള്ളാഹു നൽകുന്നുവോ അസമാനമായ പ്രതിഫലം അവർക്കുമുണ്ട്. ആ സമാനമായ പ്രതിഫലം അവർക്കുമുണ്ട്. അപ്പൊ നബിയോടുകൂടെ രോഗം കാരണമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വിട്ടുനിന്ന ഒരു സ്വഹാബിക്ക് എന്തുണ്ട്? ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിയ്യത്തിന്റെ പ്രാധാന്യം. ഇങ്ങനെ നമുക്ക് ഏതെല്ലാം നന്മ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അത് കൂലി കിട്ടും. ഇപ്പൊ ഇന്ന് ഈ ക്ലാസ്സിന് പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ച നമ്മുടെ ക്ലാസ്സിൽ ഒരു സഹോദരന് അവിചാരിതമായിട്ടോ അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ടോ ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന് നിയത്ത്, ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ള നിയത്ത് ഉണ്ടായപ്പോൾ അള്ളാഹു താല നിയമന്റെ കൂലി കൊടുക്കും. അങ്ങനെയാണ് എല്ലാത്തിലും നമുക്ക് വേണ്ടത്. മറ്റൊരാൾ ധർമ്മം ചെയ്യുന്നത് കണ്ടപ്പോൾ, പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന കണ്ടപ്പോൾ, മദ്രസക്ക് സംഭാവന കൊടുക്കുന്ന കണ്ടപ്പോൾ, വഖഫുകൾ ചെയ്തത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് കയ്യിൽ പൈസ ഇല്ല, ഇൻഷാ അള്ളാഹ് കയ്യിൽ പൈസ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇപ്രകാരമൊക്കെ ചെയ്യുമെന്നൊക്കെ ഉദ്ദേശത്തോടെയാണ്. അയാളങ്ങനെ മരിച്ചുപോയി. ആ പൈസ കിട്ടിയപ്പോഴേക്കും അള്ളാഹു ഇതിന്റെ കൂലി കൊടുക്കും, പ്രതിഫലം കൊടുക്കും. അതാണ് അപ്പൊ നീയത്ത് ആണ് പ്രാധാന്യം. അത് മറ്റുള്ള ആളുകൾ അവരുടെ ആരോഗ്യം കൊണ്ട്, അവസരം കൊണ്ട് അവർ ചെയ്തു, അവർക്കത് കൂലി കിട്ടി. ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല, തടസ്സങ്ങളായിരുന്നു എങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു അതിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നീയത്താണ് വേണ്ടത്. അത് ചെയ്യണം. KKBP ആവാൻ പാടില്ല. ആണെങ്കിൽ നോക്കാം, അന്നലൊക്കെ ആവാൻ പാടില്ല. അസ്മ വേണം, ദൃഢത വേണം. ആ ദൃഢതയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് അള്ളാഹു അതിൽ നമ്മളെ കൂലിയിൽ പങ്കു ചേർക്കുക. ഓക്കെ, ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ ആണ് സാർ. അപ്പൊ എന്നാലിപ്പോ